ഗലാട്ട ആദ്യം വരികൾ എഴുതി. പിന്നെ വേറെ 2 പാട്ട് ഇപ്പൊ അധോലോകമാണെങ്കിലും ജാടയാണെങ്കിലും ആ വാക്ക് ഡിസൈഡ് ചെയ്തു ആദ്യം. ഇപ്പൊ ജാട എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു അടുത്ത് വേണ്ട ഒരു ജാടപ്പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. അപ്പൊ ബേസിക്കലി മ്യൂസിക് ഡയറക്ടർ ഒരു ഞാൻ പറഞ്ഞ പോലെ 80% മ്യൂസീഷ്യൻ 20% ലിറിസിസ്റ്റ് ആയാൽ കൊള്ളാം. അതുപോലെ ലിറിസിസ്റ്റ് ഒരു 80%, ലിറിസിസ്റ്റ് ഒരു 20% മ്യൂസീഷ്യനും ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സ് വരും ഇവരുടെ കോംബോ ചേരുമ്പോൾ. നമ്മൾ വൺസ് നമ്മളുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം. കാരണം പിന്നെ ഇത് എപ്പോൾ ഇറങ്ങുന്നു, എങ്ങനെ ഇറങ്ങുന്നു, ഏത് സിനിമയിലാണ്, അത് ഏത് മാസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ള പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഹിറ്റ് മേക്കർ എന്നൊക്കെ പലരെയും വിളിക്കുമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ ഭാഗ്യം. സുഷിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ബേസിക്കലി ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി വെച്ചപ്പോൾ ഹിറ്റ് ആവണമെന്നൊരു പ്രഷറേ ഇല്ല. ഇപ്പൊ ചില പാട്ടുകളിലൊക്കെ ഇത് മഞ്ഞുമല്ലിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി സുഷിൻ പറഞ്ഞത് ഇത് ഹിറ്റ് ആവണമെന്ന് ആലോചിക്കേ വേണ്ട, ഇത് ഹിറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബേസിക്കലി ഇപ്പൊ ഇലുമിനാറ്റി ആണെങ്കിലും ജാടയാണെങ്കിലും അർമാദൊക്കെ ആണെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഗ്രാവിറ്റി ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു പാസിംഗ് സോങ് പോലെ ചെയ്തതാണ് സത്യം പറഞ്ഞ ഗലാട്ട. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സോങ്ങുകൾ സമ്മാനിച്ച ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ ആണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വിനായക്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, എനിക്ക് ശരിക്കും വിനായകനെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. അതായത് ഞാൻ മിർച്ചിയിൽ ജോയിൻ ചെയ്ത് എന്റെ ഫസ്റ്റ് കുറച്ച് ഇന്റർവ്യൂസിലെ ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ വിനായകന്റെ കൂടെയായിരുന്നു. അപ്പൊ നമ്മള് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിനായകന്റെ ഒരു ഗ്രോത്ത്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഐ എം സോ ഹാപ്പി. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം ആവേശം. അപ്പൊ ആദ്യം ചോദിക്കാനുള്ളത്, ഹാപ്പി അല്ലേ? വളരെ വളരെ ഹാപ്പിയാണ്. അപ്പൊ പറയൂ, ആവേശത്തിലേക്ക് എങ്ങനെ എത്തിയേ? ആവേശത്തിലേക്ക് എത്തിയത് എനിക്കൊന്ന് രോമാഞ്ചം വർക്ക് ചെയ്തത് കൊണ്ട് ആ ടീം ഓൾമോസ്റ്റ് റിപ്പീറ്റ് ആയി ആവേശത്തിൽ. അപ്പൊ അങ്ങനെ ചിത്തു വീണ്ടും വിളിച്ചു, വൺസ് മോർ സെയിം കോംബോ, അങ്ങനെ. അപ്പൊ ഈ ഒരു പാട്ടുകളിലൊക്കെ എഴുതിയ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയാ വെച്ചാൽ എല്ലാരും ഒരുമിച്ചിരുന്ന് അങ്ങനെ എഴുതിയാണോ? നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ മ്യൂസിക് മാത്രം കേൾക്കുന്നു, എഴുതുന്നു, അങ്ങനെയായിരുന്നു? ഇല്ല, ഇത് ഒരുമിച്ചിരുന്ന് എഴുതിയത് തന്നെയാണ്. ഇതിലൊരു 9 പാട്ടിൽ 8 പാട്ടും എനിക്ക് തോന്നുന്നു ഞാൻ, സുഷിൻ, ജിത്തു, സുഷിന്റെ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് തന്നെയാണ് ചെയ്തത്. ശരിക്കും ഈ പാട്ടുകൾ എഴുതുമ്പം ഈ അടുത്ത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് എഴുതുന്നതും അല്ലാണ്ട് ഇങ്ങനെ ദൂരത്തുള്ള ഫോണിലൂടെ മാത്രം എഴുതുന്നത്, അതിൽ വ്യത്യാസമുണ്ടോ ശരിക്കും? ആക്ച്വലി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ എസ്പെഷ്യലി ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആണെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ജിത്തു ഞാൻ സുഷിൻ ഇരിക്കുമ്പോൾ ചില പാട്ടുകളിൽ ജിത്തു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ തുടങ്ങുമെന്ന് പറയും, സുഷിൻ പറയും നീ ഒരു വരിയിട്, ട്യൂൺ എന്തെങ്കിലും ട്യൂൺതാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് കളിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ വാക്ക് മാത്രമായിട്ട് പറയും. അപ്പോൾ അതിൽ ചിലപ്പോൾ സുഷിൻ എന്തെങ്കിലും ഇൻസ്പയർഡ് ആവും, അല്ലെങ്കിൽ സുഷിൻ ചിലപ്പോൾ 2 വരിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മീറ്ററോ എന്തെങ്കിലും തരും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും ഒരുമിച്ചിരിക്കുമ്പോൾ. ബാക്ക് ആൻഡ് ഫോർത്ത് ഭയങ്കര ഈസിയാണ്. മറ്റേത് നമ്മൾ എന്തെങ്കിലും എഴുതി അയച്ചത് അവർ കണ്ട് ഡിലേ വരും. രണ്ടും ഓക്കെയാണ്. ബട്ട് ഇതിന് വേറൊരു ഫണ്ടുണ്ട്, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഒരുമിച്ചിരിക്കുമ്പോൾ. ആവേശം ശരിക്കും മ്യൂസിക് ആണോ ആദ്യം ഉണ്ടായത്? അതിനുശേഷമാണ് വരികൾ? എനിക്ക് ഗലാട്ട ഒഴികെ ബാക്കിയെല്ലാം മ്യൂസിക് ആണ് ആദ്യം ഉണ്ടായത്. ഓ, ഗലാട്ട ആദ്യം വരികൾ എഴുതുക ചെയ്തേ? ഗലാട്ട ആദ്യം വരികൾ എഴുതി. പിന്നെ വേറെ 2 പാട്ട് ഇപ്പൊ അധോലോകമാണെങ്കിലും ജാടയാണെങ്കിലും ആ വാക്ക് ഡിസൈഡ് ചെയ്തു ആദ്യം. ഇപ്പൊ ജാട എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു അടുത്ത് വേണ്ട ഒരു ജാടപ്പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. അപ്പൊ എന്തോ പറഞ്ഞ് അവസാനം എത്തേണ്ടത് ഡെസ്റ്റിനേഷൻ ജാട അതിലോട്ടാണെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പൊ സുഷിൻ അത് കമ്പോസ് ചെയ്തു, ജാട എന്ന് വെച്ചുള്ളത് കമ്പോസ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിന് മുമ്പത്തെ വരിയൊക്കെ അതിന് ശേഷം സുഷിൻ മ്യൂസിക് ചെയ്തു, എഴുതി. അപ്പൊ അധോലോകവും ഇങ്ങനെ ആ വിഷ്വൽ കണ്ടു, എല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ടാട്ടോ. ഇലുമിനാറ്റി മാത്രമേ ഷൂട്ടിന് മുമ്പ് എഴുതിയുള്ളൂ. ബാക്കി വിഷ്വൽ ഇങ്ങനെ എഡിറ്റൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ് 3 പേരും കൂടെ. ഇവിടെ ഒരു പാട്ട് വേണം, എന്ത് വേണം എന്നാലോചിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് 3 പേര് കാണുമ്പോൾ ഓക്കെ, ഇവിടെ പിള്ളേര് മറ്റേ തിരിച്ചടിക്കാൻ വേണ്ടി ഒരു ഗുണ്ടയും വേണം. അപ്പം അതിനായിട്ട് ഇവർ ബാറുകൾ ഇങ്ങനെ തേടി ബാറുകളിൽ ഇവർ വിസിറ്റ് ചെയ്യുവാണ്, സോ ദാറ്റ് ഏതെങ്കിലും ഒരു ഗുണ്ടയെ കണ്ടുമുട്ടണം. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു ഐഡിയ വരികയാണ്, ഓക്കെ അധോലോകം തേടിയുള്ള യാത്ര. നമ്മൾ അധോലോകം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയെ കണ്ടിട്ടുണ്ട്, ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ നമുക്കൊക്കെ എല്ലാവർക്കും. ഞാൻ തോന്നിയിട്ടുണ്ട്, ഇത് അധോലോകം എവിടെയാണ്, നമ്മൾ ഇതിന് വല്ല ഇൻവിസിബിൾ ഡോർ വല്ലതും ഉണ്ടോ, അതോ ദൂരെ എവിടെയെങ്കിലും ആണോ, നമ്മുടെ കൺമുമ്പിൽ മറിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഈ കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നു. അപ്പൊ ചിത്തു അപ്പൊ അധോലോകം എന്നാണ് ഈ പാണ്ട പേരല്ലേ, അപ്പൊ എന്നാൽ അധോലോകം എന്ന് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അപ്പൊ സുഷിനും ഐഡിയ കിട്ടി. അപ്പൊ നമ്മുടെ ഫോർമാറ്റ് ഇതാണ്, നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു 4-5 വരി പാടി ഈ ഹുക്കിലേക്ക് എത്തും. അപ്പൊ ഈ ഹുക്ക് എന്താന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുവാണ്. ജാടയും അധോലോകവും ഒക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഹുക്ക് ബേസ്ഡ് സോങ്സ് ആണല്ലോ. അപ്പൊ ഈ ഹുക്ക് ഡിസൈഡ് ചെയ്യുന്നത് ലിറിസിസ്റ്റ് ആണോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ ആണോ? ലിറിസിസ്റ്റ് ആണ്. എന്ത് വേർഡ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ബേസിക്കലി അപ്പൊ ആ തീം സെറ്റ് ആവും. ഇപ്പൊ ജാട ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഒരു ജാടപ്പാട്ടെന്നും പറഞ്ഞപ്പോൾ തന്നെ ജാട എന്നുള്ള വേർഡ് വന്നു. ബാക്കി ഇപ്പൊ ഇലുമിനാറ്റി അധോലോകം അത് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവരത് സെയിം പേജിലാണെങ്കിൽ അപ്പൊ പകുതി കാര്യങ്ങൾ എളുപ്പമായി.
അതെ. ഒരു പാട്ട് എഴുതുന്ന സമയത്ത് എത്രയൊക്കെ ആളുകൾ അത് ഇൻവോൾവ് ആണ്? ആരൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തിയാലാണ് ഈ വരികൾ സെറ്റ് ആകുന്നത്? ഇൻ ജനറൽ ഡയറക്ടർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ പ്രീതിപ്പെട്ടാൽ മതി. ഇപ്പൊ ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ശരിക്കും പാട്ട് എത്രമാത്രം ഒരു ലിറിസിസ്റ്റിനും അറിയണം, അല്ലെങ്കിൽ ഇപ്പം വരികളുടെ ഒരു ഘടന എത്രമാത്രം ഒരു മ്യൂസിക് കമ്പോസറിനും അറിയണം? ബേസിക്കലി മ്യൂസിക് ഡയറക്ടർ ഒരു, ഞാൻ പറഞ്ഞ പോലെ 80% മ്യൂസീഷ്യൻ 20% ലിറിസിസ്റ്റ് ആയാൽ കൊള്ളാം. അതുപോലെ ലിറിസിസ്റ്റ് ഒരു 80%, ലിറിസിസ്റ്റ് ഒരു 20% മ്യൂസീഷ്യനും ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സ് വരും ഇവരുടെ കോംബോ ചേരുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിലധികം ഇന്റർഫിയർ ചെയ്യാനും പാടില്ല. ഒരു ഒരു ലൈനുണ്ട്, കുറച്ചിങ്ങോട്ട് വരണം പക്ഷെ കടന്നു വരാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് മ്യൂച്വൽ സ്പേസ് കൊടുത്ത് എന്നാൽ പരസ്പരം എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാം, ഒരു 1+1 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1+1 2 അല്ല, അതിനേക്കാളും കുറച്ച് കിട്ടും, എക്സ്ട്രാ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോംബോ സെറ്റായ. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു പാട്ടില് വരികൾ എത്രമാത്രം ആ ഒരു പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും? വളരെയധികം. ഇപ്പം നമ്മളിപ്പോ ചില പാട്ടുകൾക്ക് ഹുക്കിന് ഇപ്പൊ ഫൈനലി ഡിസൈഡ് ആയിരിക്കുന്ന ഹുക്കായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പൊ വേറെ 1-2 ഹുക്കൊക്കെ ഓൾറെഡി എഴുതി കാണും. അപ്പൊ പിന്നെ ആലോചിക്കും, ഈശ്വര ഇതിന് പകരം മറ്റേതായിരുന്നെങ്കിൽ ചിലപ്പോ പാട്ടേ പാളിപ്പോയനെ എന്ന് ആലോചിക്കും. അപ്പൊ ഉറപ്പായിട്ടും പാട്ടിനെ വരികൾ കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചില പാട്ടുകൾ എനിക്ക് ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഹിറ്റാണ്. അത് ശരി. ഇത് അങ്ങനെ ഒരു പാട്ട് ഇപ്പൊ ആവേശത്തിലുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അല്ല, ഇപ്പൊ ജാട എന്നുള്ള സാധനം വൺസ് ജാട ഡിസൈഡ് ചെയ്തു, പിന്നെ സുഷിൻ എന്റെ ട്യൂൺ ഇട്ട് വരുമ്പോൾ തന്നെ അറിയാം ഓക്കെ ഒരു സ്ട്രക്ചറായി. പിന്നെ ആരാധികയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരാധികയുടെ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഓക്കെ ഇത് ഹിറ്റാണ്. ഇനിയിപ്പോൾ ഞാനിത് എഴുതിയിട്ട് ഇതിനൊന്ന് അതിന്റെ മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. ഇത് ഓൾറെഡി ട്യൂൺ ഇസ് എ ഹിറ്റ് എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഏതെങ്കിലും ഒരു പാട്ട് എക്സ്പെക്ട് ചെയ്തതിന് അത്രയും പോവാതിരുന്നിട്ടുണ്ടോ? അപ്പം ഒരുപാട്, ഇഷ്ടം പോലെ പാട്ടുകൾ. അപ്പം വിഷമം തോന്നാറുണ്ടോ? അതിപ്പോ ശീലമായി ബേസിക്കലി. അല്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ വൺസ് നമ്മളുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം. കാരണം പിന്നെ ഇത് എപ്പോൾ ഇറങ്ങുന്നു, എങ്ങനെ ഇറങ്ങുന്നു, ഏത് സിനിമയിലാണ്, അത് ഏത് മാസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ള പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഹിറ്റ് മേക്കർ എന്നൊക്കെ പലരെയും വിളിക്കുമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ ഭാഗ്യം. അപ്പൊ അങ്ങനെ ഹിറ്റ് ആകാത്ത, വിചാരിച്ചിട്ട് ഹിറ്റ് ആകാത്ത ഏതെങ്കിലും ഒരു പാട്ട് പറയോ? അയ്യോ, ഒരുപാടുണ്ട്. ഇപ്പോ ആക്ച്വലി കഴിഞ്ഞ വർഷം ഇപ്പൊ രോമാഞ്ചമാണ് എല്ലാവരും പെട്ടെന്ന് പറയുന്നത്. ബട്ട് ദെൻ കഴിഞ്ഞ വർഷം ഞാൻ കുറെ പാട്ട്, ഇപ്പൊ എങ്കിലും ചന്ദ്രിക ഒരു എക്സാമ്പിൾ പറയാം. എങ്കിലും ചന്ദ്രിക ഉള്ള പാട്ടൊക്കെ നല്ലതാ. ഇപ്പം മുത്തയിന്നൻ കണ്ണിൽ പുഞ്ചിരി മുത്തുക്കൾ വിതറിയതാരാണെന്നൊക്കെ ഒരു പാട്ട് അതിലുണ്ട്. പിന്നെ ഇപ്പൊ ക്രിസ്റ്റിയിൽ എഴുതിയ പാട്ടുകൾ, അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് പറയാനാണെങ്കിൽ കുറെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ ജയഹരി ചേട്ടനായിട്ട് വർക്ക് ചെയ്ത സന്തോഷം, ഇമ്പം എന്നൊക്കെ പറഞ്ഞ ആൽബംസ് ഉണ്ട്. ഇതിലൊക്കെ പാട്ടുകൾ ഭയങ്കര അത്രയും സമയവും എഫേർട്ടും ഒക്കെ എടുത്ത് ഓരോ വാക്കും അങ്ങനെ എൻജോയ് ചെയ്തൊക്കെ ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ ഈ പറഞ്ഞാൽ ഇഷ്ടമുള്ള ആളുകളുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ വോളിയം ഓഫ് റെസ്പോൺസസ് ഉണ്ടല്ലോ, ഒബ്വിയസ്ലി അതും ഈ പറഞ്ഞ സിനിമയുടെ സ്കെയില്, ആക്ടേഴ്സിന്റെ സ്കെയിൽ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാ പാട്ടുകളും സന്തോഷത്തോടുകൂടി എഴുതുന്നൊരു പ്രോസസ്സിലാണ്. പിന്നെ ബാക്കിയൊക്കെ ഭാഗ്യം. അപ്പൊ ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ, അതായത് ഇപ്പൊ അത് സക്സസ് ആയാൽ സന്തോഷം, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അധികം സങ്കടപ്പെടാതെ ഇരിക്കാൻ എങ്ങനെയാണ് പതിയെ പതിയെ ട്രെയിൻ ചെയ്തെടുത്തതാണോ? വെടികൊണ്ട് അങ്ങനത്തെ ഞെട്ടാൻ ഇരിക്കില്ല. അല്ല, എത്രത്തോളം ഡിറ്റാച്ച് ആവാൻ ശ്രമിച്ചാലും അടുത്ത പ്രാവശ്യം വരുമ്പം നമുക്ക് സങ്കടം വരും. അയ്യോ, അത്രമാത്രം ഇത് നമ്മള് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പൊ ഞാൻ കുറച്ച് കോമ്പിനേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ, ജോൺസൺ മാഷ് കൈതപ്രം, ഔസേ പച്ചൻ, ഷിബു ചക്രവർത്തി, അതേപോലെ സുഷിൻ ശ്യാം, വിനായക് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഹിറ്റ് കോംബോ എന്നൊക്കെ പറയാം. അപ്പൊ സുഷിന്റെയും ഇതേപോലെ ഒരു ഗ്രാഫ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് വിനായക്. അപ്പം ഒരു മ്യൂസിക് കമ്പോസർ എന്ന നിലയിൽ സുഷിൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട്സ് ഫ്രം ഹിസ് മൂവി സെലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട്. ആൻഡ് ഞാൻ ഇതുവരെ സുഷിനെ അങ്ങനെ നോ പറയാനുള്ള ഒരു മടിയൊന്നും കണ്ടിട്ടില്ല. തുറന്ന് പറയാനുള്ള തുറന്ന് പറയും. ഐ തിങ്ക് ഹി സേസ് നോ ടു എവറി മൂവി ഹി ഫീൽസ് ലൈക്ക് സെയിങ് നോ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര വലിയ ക്വാളിറ്റി. എനിക്കൊന്നും തീരെ പറ്റാത്തൊരു കാര്യമാണ് ഒരാളുടെ മുഖത്ത് നോക്കി നോ പറയാം. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രിയേറ്റീവ്ലി ആ സിനിമേനെ സുഷിൻ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുന്നതേ മ്യൂസിക് കൊണ്ട്. ഓൾറെഡി സിനിമ നല്ലതായിരിക്കാം, പക്ഷെ അതിന്റെ മേളിലേക്ക് സുഷിൻ ഉയർത്തുന്നത് ഭയങ്കര മാജിക്കലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയുന്ന കാര്യം, നമുക്ക് തരുന്നൊരു സ്പേസ് ഭയങ്കര വലുതാണ്. ഇപ്പോൾ സുഷിൻ ഭയങ്കര സെക്യൂർ ആയിട്ട് ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഇൻസെക്യൂരിറ്റീസും അറ്റ്ലീസ്റ്റ് മനസ്സിലുണ്ടോന്ന് എനിക്കറിയില്ല, പുറത്ത് കാണിക്കാറില്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും സുഷിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ബേസിക്കലി ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി വെച്ചു. ഇപ്പൊ ഹിറ്റ് ആവണം എന്നൊരു പ്രഷറേ ഇല്ല. ഇപ്പൊ ചില പാട്ടുകളിലൊക്കെ ഇത് ഇപ്പൊ മഞ്ഞുമല്ലിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി സുഷിൻ പറഞ്ഞത് ഇത് ഹിറ്റ് ആവണം എന്ന് ആലോചിക്കേ വേണ്ട, ഇത് ഹിറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബേസിക്കലി ഇല്ലുമിനാറ്റി എന്നുള്ള വാക്ക് ആദ്യം എഴുതിയിട്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് അതായത് അതിന്റെ ഇപ്പം നാടിൻ നന്മ ഗനെ ആ ഏരിയയിൽ ആക്ച്വലി ഞാൻ ആദ്യം എഴുതിയത് കുറച്ച് മംഗ്ലീഷ് ലിറിക്സ് ആണ്, ഇംഗ്ലീഷ് മലയാളം മിക്സ്. കാരണം ഇതിന്റെ റെഫറൻസസ് നമ്മൾ നോക്കിപ്പോയപ്പോൾ ഇതുപോലത്തെ ഒരു പാട്ട് മലയാളത്തിൽ എടുക്കാനില്ല. അപ്പൊ തമിഴിൽ നിന്നാണ് കുറെ റെഫറൻസ് കിട്ടിയത്. അപ്പൊ അതിലൊക്കെ ഈ തമിഴും ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ടുള്ള ലിറിക്സ് ആണല്ലോ. അത് ഫോളോ ചെയ്ത് കുറെ കേട്ടിട്ടാണോ എന്നറിയില്ല, ഞാൻ അങ്ങനെ ഒരു സാധനം ശ്രമിച്ചു നോക്കി. അന്ന് എനിക്ക് ശരിയായിട്ട് തോന്നി. ബട്ട് ദെൻ സുഷിനായിരുന്നു കറക്റ്റ്. ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ മിക്സ് ആക്കി എഴുതിയ കുറച്ച് കടന്നു പോകും എക്സ്പെരിമെന്റേഷൻ. അപ്പോൾ ബേസിക്കലി സുഷിൻ പറഞ്ഞു ചിലപ്പോൾ ഇത് ഹിറ്റ് ആവൂടാ, ഇങ്ങനൊരു ഹിറ്റ് വേണോ അപ്പൊ ഇങ്ങനൊരു ഹിറ്റ് വേണോ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. ചില സമയത്ത് ഹിറ്റേ വേണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് പ്രഷർ ഇല്ലല്ലോ. നമുക്ക് എന്ത് വേണോ എഴുതാം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അത് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് സുഷിന്റെ അടുത്ത് പോകുമ്പോൾ. അപ്പൊ എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ബാക്കിയുള്ളവർക്കും കൊടുക്കുന്നുണ്ടാവുമല്ലോ, ബാക്കി ടെക്നീഷ്യൻസിനും സുഷിൻ അത് കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ എന്തോ ഒരു ചാമുണ്ട്, നമുക്കറിയാത്തൊരു എന്തോ സീക്രട്ട് ഉണ്ടാവാം. അതെ. അപ്പൊ ശരിക്കും സുഷിന്റെ ഏതെങ്കിലും വർക്ക് കണ്ടിട്ട് എന്റെ അമ്മോ എന്ന് തോന്നിയൊരു വർക്ക് ഏതായിരിക്കും? ഡെഫിനറ്റ്ലി കുമ്പളങ്ങി നൈറ്റ്സ് തന്നെയാണ്. ഞാൻ സുഷിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ ഞാൻ നീലാവസ്ഥ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സുഷിൻ ആദ്യമായിട്ട് കാണുന്നത്. റെക്സാന്റെ കൂടെ കാണുന്നുണ്ട്. അതിനുശേഷം സുഷിൻ ഇൻഡിപെൻഡന്റ് ആയ ഫിലിംസ് മുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം എസ്ര മുതൽ ഗ്രേറ്റ് ഫാദർ, പിന്നെ റോസാപ്പൂ, മരഡോണ, പിന്നെ വരത്തൻ കാണുന്നുള്ളൂ. പക്ഷെ കുമ്പളങ്ങി മുതൽ വേറെ എന്തോ ഒരു സ്വിച്ച് ഓൺ ആയ പോലെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് കുമ്പളങ്ങി എനിക്ക് ഭയങ്കര വാവുമായിട്ട് തോന്നിയൊരു വർക്കാണ്. സ്കോർ ആണെങ്കിലും പാട്ടാണെങ്കിലും. ഇപ്പം എത്ര വളരെ പെട്ടെന്ന് എഴുതിയ കുറച്ച് ഒരു വരികൾ ഒരു പാട്ടിന്റെ അത് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പാട്ട് ഏതായിരിക്കും? ഗലാട്ട. ഗലാട്ടയ്ക്ക് ഒരു ഹാഫ് ഡേ പോലും എടുത്തിട്ടൊന്നും തോന്നുന്നില്ല. ചറപറ വാരി പൊട്ടിയതാണ്. കാരണം ഗലാട്ട നമുക്ക് സിനിമയെ കണ്ടാ അറിയാം അത്ര ഭാരിച്ച സിറ്റുവേഷൻ ഒന്നും അല്ല. ഇപ്പൊ അത് ബാക്കി ഇപ്പൊ ഇലുമിനാറ്റി ആണെങ്കിലും ജാടയാണെങ്കിലും അർമാദൊക്കെ ആണെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഗ്രാവിറ്റി ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു പാസിംഗ് സോങ് പോലെ ചെയ്തതാണ് സത്യം പറഞ്ഞ. ഗലാട്ട പിള്ളേര് രംഗണ്ണനെ മീറ്റ് ചെയ്തിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു, കഴിഞ്ഞു. 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സീൻ തുടങ്ങും. അപ്പൊ അവിടെ അവരേതോ ഒരു പാട്ടിട്ട് ഓൾറെഡി ഷൂട്ട് ചെയ്തു. അപ്പൊ ആ താളത്തിലാണ് പിള്ളേർ തുള്ളുന്നത്. വിഷ്വൽ കണ്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു താളത്തിൽ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു. പിന്നെ ഓക്കെ ദൈവമേ, അപ്പൊ വേറെ ഏതോ പാട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്, പക്ഷെ അതിനനുസരിച്ചാണ് വരികൾ എഴുതിയത്. വേറൊരു പാട്ടിട്ട് അവര് ഷൂട്ട് ചെയ്തു. ഇൻഫാക്ട് ഇതും അർമാദം എന്ന് പറഞ്ഞ ഒരു സോങ് ഉണ്ട്, ബർത്ത്ഡേ സെലിബ്രേഷൻ. അവിടെയൊക്കെ വേറെ സോങ്സ് ഇട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഇവര് ഡാൻസ് കളിക്കുന്ന തുള്ളുന്നതൊക്കെ ആ പേസിലാണല്ലോ. പിന്നെ ബേസിക്കലി നമ്മൾ ആ ഒരു പേസ് പിടിച്ചിട്ടാണ് ബാക്കി പാട്ട് ചെയ്തത്. കഴിവുള്ള കുറച്ച് ടീമാണ് ഗൈസ്. അതേപോലെ ഒരു ഇപ്പം മ്യൂസിക് കമ്പോസർ ലിറിക്സ് കോമ്പിനേഷൻ ഹിറ്റ് ആവണം അല്ലെങ്കിൽ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താ? ബേസിക്കലി രണ്ടുപേരുടെ സെൻസിബിലിറ്റീസ് സെയിം ആയിരിക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ സുഷിനോ അല്ലെങ്കിൽ ജിത്തു ഭയങ്കരമായിട്ട് ഈ സെൻസിബിലിറ്റി ഉള്ള ആളാണ്. ഇപ്പം രോമാഞ്ചം ഒന്നാമത് ജിത്തുവിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഡാർക്ക് ഹ്യൂമർ എന്നൊരു സാധനം എഴുതാൻ ആദ്യത്തെ ബുദ്ധിമുട്ട്, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ, എസ്പെഷ്യലി മലയാളത്തിൽ. തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഇങ്ങനത്തെ കുറെ പടങ്ങൾ ഒരിടയ്ക്ക് മറ്റേ സൂതകവും പോലത്തെ, അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് കംഫർട്ടബിൾ ആണ്. ഹിന്ദിയിൽ ഇപ്പോൾ അന്ധാധുൻ ആണെങ്കിലും ഇപ്പൊ മോണിക്ക ഓമേ ഡാർലിംഗ്, അങ്ങനെ കുറെ പടങ്ങൾ ഈ ഇടയ്ക്ക് വന്ന കുറെ ഹിറ്റ്സ് ഈ ഡാർക്ക് ഹ്യൂമർ ഉണ്ട്. മലയാളത്തിൽ അത് കൺവിൻസ് ചെയ്തെടുക്കാൻ ബലിപ്പിക്കാൻ പാടാം. അപ്പോൾ ജിത്തുവിനത് വളരെ നാച്ചുറലി വരുന്നുണ്ട്. അപ്പോൾ ചില വാക്കുകൾ എന്തുകൊണ്ട് ഇപ്പൊ ആദരാഞ്ജലി എന്ന് പറഞ്ഞൊരു വാക്ക് എന്തുകൊണ്ട് അവര് ഓക്കെ അടിക്കുന്നത് കൊണ്ടാണല്ലോ. നിങ്ങൾ ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് എന്ത് വേണോ എഴുതാം ഒരു ലിറിസിസ്റ്റിന്, എനിക്കോ വേറൊരു ലിറിസിസ്റ്റിനോ. അത് എന്താണെങ്കിലും ഇപ്പൊ ഡയറക്ടർ അയ്യോ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ തീരും, പിന്നെ പുറലോകം കേൾക്കില്ല, അതോടുകൂടി അത് കീറിക്കളയാം. ബേസിക്കലി ലിറിക്സ് ഇസ് ഓൺലി ആസ് ഗുഡ് ആസ് ദ സെൻസിബിലിറ്റി ഓഫ് ദ ഡയറക്ടർ ആൻഡ് ഹൂവർ അപ്രൂവ്സ്. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ അത്. അപ്പൊ ഇതൊക്കെ രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ആ ഒരു ഫ്രസ്ട്രേഷൻ തോന്നി, അതായത് അവർക്ക് മനസ്സിലാവാത്തൊരു അവസ്ഥയുണ്ടല്ലോ, അത് ഇത് നല്ലതാണോ എന്ന് പറയുന്നൊരവസ്ഥ? അത് ഇലുമിനാറ്റിക്കാ ഉണ്ടായത്. ഇലുമിനാറ്റി അപ്രൂവ് ചെയ്തെടുപ്പിക്കാൻ കുറച്ച് സമയം എടുത്തു. അത് ഞാൻ കേട്ടു ഒരു റീലില് ജിത്തു ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, അതായത് ഇലുമിനാറ്റി ഇവന് അത് പിടിച്ചു നിൽക്കാണ്. അപ്പൊ ഞാൻ കമന്റ് കണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കമന്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ ശരിക്കും സംഭവം? അത് ഈ പറഞ്ഞ പോലെ ഷൂട്ടിന് മുമ്പാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഷൂട്ട് കഴിഞ്ഞാണ് ബാക്കി എല്ലാ പാട്ടും ഉണ്ടാക്കി. അപ്പൊ കുറെ കൂടെ എല്ലാവർക്കും ജഡ്ജ്മെന്റ് ഉണ്ട്, ഓക്കെ ഇതാണ്. അന്ന് കുറെ കൺഫ്യൂഷൻസ് എന്തായാലും ഉണ്ടാവും, ഇങ്ങനെയാണല്ലോ വേണ്ടതെന്നല്ലാതെ സോളിഡ് ആയിട്ട് നമ്മളൊന്നും എത്തിയിട്ടില്ല, ഒന്നിൽ അറൈവ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഇതിനൊരു റെഫറൻസ് ഇല്ല മലയാളത്തില്. അപ്പൊ ഞാനിങ്ങനെ മംഗ്ലീഷ് ലിറിക്സ് ഒക്കെ വെച്ച് എഴുതി പോയിട്ടാണ് ലാസ്റ്റ് ഇലൂമിനാറ്റി എന്ന് വന്നത്. അപ്പൊ ഇവര് മൊത്തത്തിൽ
സുഷിൻ മൊത്തത്തിൽ എനിക്ക് ആദ്യത്തെ റിയാക്ഷൻ ഞാനത് ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് മൊത്തം അയച്ചു കൊടുത്തു. തിരിച്ച് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. കൊച്ചി എത്തിയിട്ട് കോൾ വരികയാണ്, എടാ എനിക്ക് ഒരു രീതിയിൽ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ ലിറിക്സ് എന്നാണ് സുഷിൻ ആദ്യം പറഞ്ഞത്. ഈശ്വര, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ മനസ്സിലായി സുഷിൻ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇലുമിനാറ്റി എന്നുള്ള വാക്ക് ഒഴികെ, അല്ലെങ്കിൽ ആ ലൈൻ ഒഴികെ അതിന് മുമ്പുള്ള ഈ മംഗ്ലീഷ് അപ്രോച്ച് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് മലയാളമാക്കി. ഇപ്പോൾ ഈ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്ന് പറഞ്ഞ് ബാക്കിയൊക്കെ മലയാളമാക്കിയപ്പോൾ അത് ആ ബാലൻസ് ഭയങ്കരമായിട്ട് അപ്പൊ അതിന്റെ കിട്ടി. മുന്നേ എഴുതിയ വാക്ക് എന്തായിരുന്നു? ഐ മീൻ പറയൂല, മംഗ്ലീഷ് ആണോ? കട്ട ക്രിഞ്ചായി പോയി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അത് ഭയങ്കര കട്ട ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു കൗതുകത്തിൽ Never. അല്ല, എനിക്കൊന്ന് ഭയമേ മാറിപ്പ് അതുപോലെ കറക്റ്റ് ആണ്. പണ്ട് എഴുതിയത് തന്നെ ആദ്യത്തെ 4 വരി കുറച്ച് ഒരു ഗൈസ് പറയുന്നില്ല. തമിഴ് പടങ്ങളിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് വൈബ് ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് മനസ്സിലായി. ആ ഒരു അപ്രോച്ച് ഇല്ല. ആ ശരി, എന്നിട്ട് ബാക്കി പറ. അപ്പൊ അതൊക്കെ മാറ്റിയപ്പം റെഡി ആയി. പക്ഷെ എന്നാലും ഇല്ലുമിനാറ്റി വാക്കായിരുന്നല്ലോ പ്രശ്നം. അതിന് വേറെ ഓപ്ഷൻസ് ആലോചിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ താനാന ഇത് കേട്ടോണ്ടിരിക്കുകയാണ് സുഷിൻ പാടിയേക്കുന്നത്, താനാനാന. എനിക്കവിടെ ഇല്ലുമിനാറ്റി നല്ലത് ഒന്നും വരുന്നില്ല. വേറെ എന്ത് വന്നാലും എനിക്ക് അതിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. മാത്രമല്ല രംഗണ്ണന്റെ എനിക്ക് ജിത്തു പറഞ്ഞു തന്ന പിക്ചർ വെച്ചൊക്കെ കറക്റ്റ് വാക്കാം. മല്ലൂമിനാറ്റി എന്ന് പറയുന്ന അണ്ണൻ എക്സാജറേഷൻ ആണ്, പക്ഷെ അതാണ് വേണ്ടത്. പിന്നെ ഇവര് തന്നെ 2-3 തവണ കേട്ട് ശീലമായി, ഇവരൊക്കെ സെറ്റായി. ഇപ്പൊ പുതിയൊരു അപ്രോച്ചാണ് എന്റെ. ആദ്യം അവരങ്ങട് ഇവരുടെ അടുത്തൊന്നും അതല്ല, പൊതുവെ ഇത് ഡൗട്ട് അടിച്ചിരിക്കുമ്പോൾ ഞാൻ പറയും, ഓക്കെ നോക്ക്, നിങ്ങളൊരു 3 ദിവസം നോക്ക്, 4ന്റെ അന്ന് വർക്കല്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാന്ന് പറയും. ചിലപ്പോൾ 3 ദിവസം ഇത് കേട്ട് സെറ്റായിട്ട് ഒരു 3ന്റെ എന്ന് പറയും, ഇത് മതി കേട്ടോ, നമുക്ക് വേറെ വേണ്ടെന്ന് പറയും. അവർ 2 ദിവസം ഒരു പാട്ട് കേട്ടിട്ട് പിന്നെ അവരെന്നെ മാറ്റാൻ സമ്മതിച്ചില്ലായിരിക്കും അല്ലേ? പിന്നെ അവരങ്ങ് സെറ്റായി. അതേപോലെ ലോക്ക്ഡൌൺ സമയത്ത് വിനായകനെ പറഞ്ഞ സംഭവമാണ്, വിദ്യാജി ഇങ്ങനെ പല മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് വരികൾ എഴുതാൻ പറയും, പല ട്രിക്കി സിറ്റുവേഷൻ ഒക്കെ തരും. അത് ശരിക്കും ആ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞ ക്ലാസ് അല്ലേ, നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ. അത് ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പം വന്ന സിനിമകളിൽ എഴുതാൻ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? ഇൻഫാക്ട് അതിലൊരു പാട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങള്. അല്ല, മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ഫിലിമിലെ പോകാതെ എന്നൊരു പാട്ടുണ്ട്. അപ്പൊ അതൊരു ദിവസം തന്നെ രാവിലെ ഈ പറഞ്ഞ ലോക്ക്ഡൌണിൽ വിദ്യാസാഗർ സാറ് വിളിച്ചിട്ട്, വിനായക് എനിക്ക് ഞെട്ടാണ്, കാരണം സാറ് എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് അച്ചീവ് ചെയ്ത ഒരാളാണ്, എന്നിട്ട് ഇമാതിരി വർക്കഹോളിക് ആയിട്ട് ഒരാളാണല്ലോ എന്നുള്ളത് നമുക്ക് ഭയങ്കര അഡ്മിറേഷനും റെസ്പെക്റ്റും സർപ്രൈസും ഒക്കെ ഒരുമിച്ച് തോന്നുന്ന കാര്യമാണ്. കാരണം ലോക്ക്ഡൌണിൽ എല്ലാവരും എന്നാൽ കുറച്ചു നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇദ്ദേഹം രാവിലെ വന്ന് സ്റ്റുഡിയോയിൽ പോകാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്ന് കമ്പോസ് ചെയ്യും, പുതിയ ട്യൂൺ ഉണ്ടാക്കിയിട്ട് എപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട്, വിനായക് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, സാറ് തന്നെ സിറ്റുവേഷൻ പറഞ്ഞുതരാം, നമ്മുടെ മറ്റേ ജാനകി സിദ്ധിനാക്കരോ എന്നൊക്കെ പറയുന്ന പോലെ രാത്രി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാമുകിക്ക് പോകാൻ പോകുമ്പോൾ മറ്റേ പറയുന്നു, ഒപ്പം പോകല്ലേ, കുറച്ചു നേരം കൂടെ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോകും എന്നാണ് സിറ്റുവേഷനൊക്കെ എങ്ങനെ ഉണ്ടാവും വിനായകൻ നോക്കുന്നു. ഞാൻ ഓക്കെയാണ് സാർ, അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ എഴുതി നോക്കുന്നു പറഞ്ഞാൽ സാറിന് ഈ ട്യൂണ് പാടിത്തരുന്നു. അപ്പോൾ അതിന് ഞാൻ ആക്ച്വലി എഴുതിയൊരു പല്ലവിയാണ് ഈ പോകാതെ, ആ പാട്ട്. ഈ പോകാതെ ഈ നിലാരാവ് തീരാതെ വീഴും ഈ മഞ്ഞു തോരാതെ പൊന്നെ എന്നെ വിട്ടു പോകാതെ എന്നുള്ള പാട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു, പല്ലവി മാത്രം. അപ്പോൾ മാരിവില്ലിൻ വന്നപ്പോൾ സിയാദൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഡയറക്ടർ അരുണ്, ഇവരുടെ മുമ്പിൽ വിദ്യാജി ഇത് പാടി കേൾപ്പിച്ചു. ഇവർക്ക് ഇഷ്ടപ്പെട്ടു, എന്നിട്ട് പറഞ്ഞു ഓക്കെ നല്ല പല്ലവിയാണ്, അനുപല്ലവി ചരണം നമുക്ക് വേറെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഫ്രഷ് ആയിട്ട് കമ്പോസ് ചെയ്തു. അപ്പൊ അങ്ങനെ ആ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും വിദ്യാജിയുടെ ഒരു ഫാൻ ബോയ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറഞ്ഞൊരു ആ ഒരു മൊമെന്റ് ശരിക്കും എങ്ങനെയാ ഇപ്പം, ഐ മീൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്നാൽ അത് ചെറിഷ് ചെയ്യുന്നത് എങ്ങനെയാ? ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഒരു ഉറപ്പായിട്ടും. കാരണം ഞാൻ ജീവിതത്തിൽ ഇത് ആഗ്രഹം മാത്രമാണ്, നടക്കുമോന്ന് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കാലോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച. ബട്ട് ഞാൻ സാറിന്റെ ഒരു ഫാൻ എന്ന രീതിക്കാണ് ഞാൻ പണ്ട് ചെന്നൈയിൽ സാറിന്റെ വീട്ടിന്റെ പുറത്തും സ്റ്റുഡിയോയുടെ പുറത്തൊക്കെ പോയി ഇങ്ങനെ കാത്തു നിന്നിട്ടുണ്ട്. അത് ഫാൻ എന്ന രീതിക്കാണ്. അപ്പൊ അതിന്റെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സാറൊന്ന് കാണണം, സാറിനോട് സംസാരിക്കാൻ പറയണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു ലിറിസിസ്റ്റ് ആണെന്നൊന്നും സാറിനെ ഞാൻ ആ സമയത്തൊന്നും അറിയിച്ചിട്ട് പോലും ഇല്ല. ആരാധകൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് എന്റെ കൂടെ നിന്നൊരു എന്റെ ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, അവനാണ് ഇപ്പൊ നമ്മുടെ നേരിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അവന് ശിഷ്യനാവണം, അവന് അകത്ത് കയറണം എന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ കുറെ കാലം നിന്നിട്ട് അവസാനം അവൻ അകത്ത് കയറി ഏതോ ഒരു പോയിന്റിൽ സാറ് പുതിയ ലിറിസിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇവൻ കറക്റ്റ് എന്റെ പേര് പറഞ്ഞു. എന്താ പയ്യനാ, അവനപ്പോ ഫാനായിട്ട് അറിയുള്ളൂ, അവൻ ലിറിസിസ്റ്റാ, ഓക്കെ നാളേക്ക് വരെ ചൊല്ലുന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പോയി, അന്നൊരു വലിയ പടമായിരുന്നു. അപ്പൊ ഞാൻ അതിൽ ലിറിക്സ് എഴുതി. പക്ഷെ ആ പടത്തിൽ ആക്ച്വലി പാട്ട് റെക്കോർഡൊക്കെ ചെയ്തു. ബട്ട് ദെൻ സിറ്റുവേഷൻ എന്തോ മാറിയിട്ട്, സിനിമയുടെ സോങ് സിറ്റുവേഷൻ അവസാനം ഡിലീറ്റഡ് ആയിട്ട് ആ പാട്ട് പടത്തിൽ നിന്ന് മാറി.
പക്ഷെ സാറ് ഭയങ്കരമായിട്ട് ആ പാട്ട് എന്നെ ഡയറക്ടറിന്റെ മുമ്പ് കൺവിൻസ് ചെയ്യാൻ ഒരുപാട് എഫേർട്ട് കിട്ടും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ സാറ് ഹാപ്പിയാണ്. ബട്ട് സാർ ഒരുപാട് ഇതുപോലെ ട്രെയിനിങ് അന്നും തന്നു. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ കുറെ ട്യൂൺ ഇട്ട് തരും, പല പല മീറ്ററിലൊക്കെ ഇട്ട് തരും, മറ്റേ എഴുതുന്നൊക്കെ പറയും. അപ്പൊ എഴുതുമ്പോൾ കുറച്ചുകൂടെ മറ്റേ എഴുതാലോ, മറ്റേ റൈമിങ്ങും മറ്റേ സൗണ്ടിങ്ങും ഒക്കെ ശ്രദ്ധിക്കാലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വീണ്ടും മാറ്റി മാറ്റി എഴുതിക്കും. അങ്ങനെ സാറിനൊരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് സാറ് ഈ ഡയറക്ടറിന് മുമ്പ് പ്രസന്റ് ചെയ്തത്. ആ പാട്ടും നടന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ അത് മാറിപ്പോയി. അത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈശ്വര, ആദ്യമായിട്ട് സാറിന്റെ ഒപ്പം ഒരു പാട്ട് വർക്ക് ചെയ്ത് പടത്തിൽ റെക്കോർഡിങ്ങും കഴിഞ്ഞ് മാറിപ്പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് അതിന്റെ ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ലാൽ ജോസ് സാറിന്റെ സോളമന്റെ തേനീച്ച, ലാൽ ജോസ് വിദ്യാസാഗർ കോമ്പിനേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നു. പിന്നീട് ആലോചിക്കുമ്പോ അതെ, ഏതെങ്കിലും വർക്കിന് അങ്ങനെ അക്നോളജ്മെന്റ് കിട്ടാണ്ട് ഇരുന്നിട്ടുണ്ടോ തുടക്കകാലം എങ്കിലും? അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൊന്നും വരാതെ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ വരികൾ വരും എന്ന് പറഞ്ഞ് പിന്നെ അത് എടുത്തു മാറ്റാം, അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. അത് സിനിമയിൽ നോർമൽ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. നമ്മൾ പാട്ട് എഴുതി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ പാട്ട് തന്നെ വേണ്ടെന്ന് വെക്കാനും അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് എഴുതിക്കാനും ഒക്കെ അത് വളരെ നോർമൽ സാധനമാണെന്ന് മനസ്സിലാക്കാൻ ഒരു 2-3 വർഷം വേണ്ടി വന്നു. അതെങ്ങനെയാണ് നോർമൽ ആയത്? അപ്പം ഇങ്ങനെയാണോ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്? ലൈക്ക് അങ്ങനെയല്ല. ഇപ്പൊ അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഞാനാണ് ഡയറക്ടർ എങ്കിൽ ഈ സോങ്ങിന് ഇന്ന ആളാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും. ബട്ട് ദെൻ ഞാൻ അതിൽ ഹാപ്പി അല്ലെങ്കിൽ ഒബ്വിയസ്ലി എനിക്കത് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എന്റെ സിനിമ ഡയറക്ടറിന്റെ സിനിമയാണ്. വേറെ ആൾ വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ എങ്കിൽ ഓഫ് കോഴ്സ് അടുത്ത ആളിലേക്ക് പോകും. അത് ആദ്യത്തെ ആളെ വിളിച്ച് അറിയിക്കുക, അയാൾക്ക് അയാളുടെ ടൈമിനോ എഫേർട്ടിനോ ഡ്യൂലി കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അത് കിട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ ഒബ്വിയസ്ലി അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് സങ്കടം ഈ വരുമല്ലോ, അയ്യോ പാട്ട് നല്ല സിനിമയായിരുന്നു. അത് മാറാൻ ഇപ്പൊ അത് നല്ലോണം മാറിയിട്ടുണ്ട്. ഇപ്പൊ അറിയാം അത് നോർമൽ ആണെന്നുള്ളത് അറിയാം. ലിറിസിസ്റ്റുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും. ഇപ്പൊ സിംഗേഴ്സിന്റെ കാര്യത്തിൽ പോലും ഇന്നാളെ കൊണ്ട് ട്രൈ ചെയ്യിക്കും, ഓക്കെ വർക്ക്ഔട്ട് ആയാലും അടുത്ത ആളെ വിളിക്കും, അത് നോർമലാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനായകന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരില്ല. കാരണം ഇപ്പം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ലിറിസിറ്റി, പറഞ്ഞ പോലെ ഹിറ്റ് മേക്കർ എന്നൊക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഇല്ല, അത് എത്ര സീനിയർ ആണെങ്കിലും വരും എന്നുള്ളതാണ് റിയാലിറ്റി. ആണല്ലേ? വരും. എന്നെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് വരെ വരുന്നുണ്ട്. അത് ലിറിസിസ്റ്റിന് മാത്രമല്ല, മ്യൂസീഷ്യൻസിന്. ബേസിക്കലി അത് വർക്കിന്റെ മെറിറ്റിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. ഡയറക്ടറിന്റെ ഒരു ടേസ്റ്റ്, ആ സിറ്റുവേഷന് ഡയറക്ടർ ആഗ്രഹിക്കുന്ന ഒരു എന്തോ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടൊരു സംഭവം അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഹാർഡ് ഫീലിങ്സ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. ഇറ്റ്സ് നോർമൽ. ബേസിക്കലി വേറൊരു ആൾക്കായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അതിലേക്ക് പോകും. ഇപ്പൊ ഒരു ലിറിസിസ്റ്റിന് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ട് ഇപ്പൊ വേണ്ടത്, ഞാൻ കൺസിഡർ ചെയ്യുന്ന ആദ്യം സിനിമയെ പറ്റിയുള്ളൊരു സെൻസ്, സ്ക്രിപ്റ്റ് സെൻസ് എന്തായാലും വേണം. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു ഡയറക്ടേഴ്സ് ലിറിസിസ്റ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കുന്നു. കാരണം കഥാപാത്രങ്ങൾ എന്തായിരിക്കും ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ പാട്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. ബേസിക്കലി കഥയുടെ ഒരു ഓവറോൾ ത്രെഡ് അല്ലെങ്കിൽ എസെൻസ് ആ പാട്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അപ്പോൾ അതൊന്ന്. ഈ ട്യൂണിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ എല്ലാ പാട്ടും മിക്കപ്പോഴും 90% ട്യൂൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഒരു ബേസിക് മ്യൂസിക് സെൻസ് വേണം. പിന്നെ ഉള്ളത് നമ്മുടെ ഭാഷ എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രമാണെന്നുള്ളൊരു വിവേകം വെച്ചിട്ട് നമ്മുടെ നോളജ് എല്ലാം ഒരു പാട്ടിക്കൊണ്ട് കാണിക്കാതെ എന്ത് എഴുതണം എന്ത് എഴുതാതിരിക്കണം എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ തരികയാണെങ്കിൽ ആ സിറ്റുവേഷൻ എനിക്ക് എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എൻ്റെ എല്ലാ അറിവും അതിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത് ആർക്കാണ് ഈ പാട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അപ്പോൾ അവർക്ക് എന്ത് പറഞ്ഞാലാണ് മനസ്സിലാവുക എന്നുള്ള ഒരു പോയിന്റ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജൂൺ എന്നുള്ള സിനിമയിൽ ഒരു 5 പാട്ട് എഴുതി. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് കൂടുതലും ഗേൾസ് ആയിരിക്കും. ഇത്രയും പ്രായത്തിനിടയിലുള്ള ഒരു ഗേൾ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കായിരിക്കും അത് പ്രൈമറിലി അത് പോകുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ച് അത് എഴുതും. അപ്പോൾ ആവേശത്തിനൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, അതായിരിക്കില്ല ഒരു പക്ഷേ മാരിവില്ലിൻ ഗോപുരങ്ങളുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ നമുക്കത് ആദ്യം അത് മനസ്സിലാക്കുക എന്നുള്ളതിലാണ് കാര്യം തോന്നുന്നു. ആ ഒരു സെൻസിബിലിറ്റി ഉണ്ടായാൽ മതി. അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് എന്താണ് ശരിക്കും ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഈ പറഞ്ഞ മലയാളം ഭാഷയിൽ എഴുതാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ജോണേഴ്സ് ഉണ്ട്. ഒരു പപ്പ് സോങ് ഒന്ന് മലയാളത്തിൽ എഴുതാൻ പറയുമ്പോൾ ഞാൻ പെടും, ഈശ്വര. കാരണം നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ പാട്ടിൽ എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാനിത്, അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് പ്രണയം? ബേസിക്കലി നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് അപ്പോൾ രണ്ടുപേര് തമ്മിൽ കത്ത് എഴുതുന്നു പാട്ടിൽ എഴുതാൻ പറ്റും.
രണ്ടുപേർ ടെക്സ്റ്റ് ചെയ്യുന്നതിനെ നമുക്ക് മലയാളം പാട്ടിൽ അഡ്രസ്സ് ചെയ്യാൻ പാടാം. വേറെ തമിഴിൽ ഹിന്ദിയിലും ഒക്കെ വളരെ ഈസിലി. തമിഴിൽ ഈ പറഞ്ഞ വൈഫൈക്കും തമിഴ് വാക്കുണ്ട്, ഫോണിനും വാക്കുണ്ട്, മെസ്സേജിനും വാക്കുണ്ട്. ഇപ്പം AI വരെ ഒരു തമിഴ് വാക്ക് കണ്ടുപിടിച്ചു. ഇപ്പം അതൊന്നും പാട്ടിൽ എഴുതിയില്ലെങ്കിൽ പോലും അവർക്ക് നോർമൽ ഇംഗ്ലീഷ് വാക്കുകൾ തമിഴ് പാട്ടിലിട്ടാലും മെലഡീസിൽ ഭയങ്കരമായിട്ട് ജെല്ല് ചെയ്ത് പോകും. അപ്പം എനിക്കുള്ളൊരു ബേസിക് ചാലഞ്ച് ഇതാണ്. ഈ മറ്റേ കാലത്തിനനുസരിച്ച് ഭാഷയിലെ പല വാക്കുകളും അപ്ഡേറ്റഡ് ആവാത്തതുകൊണ്ട് പാട്ടിൽ എഴുതി ഫലിപ്പിക്കാൻ പാടാ. മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുന്നുണ്ടോ? അതായത് വേറെ ഇപ്പൊ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ തമിഴ് വാക്കുകൾ ഉപയോഗിക്കുക പാട്ടുകളിൽ എന്ന് പറയുന്ന ഒരു സംഭവം. പലപ്പോഴും നമ്മൾ ഈ മലയാളത്തിൽ സാൻസ്ക്രിറ്റൈസ് ആയിട്ടുള്ള വാക്കുകളും ഉണ്ട്, തമിഴിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്ന വാക്കുകളും ഉണ്ട്. അപ്പോൾ പലപ്പോഴും മ്യൂസിക്കലി സൗണ്ടിങ് ബെറ്റർ ആയിട്ടുള്ളത് തമിഴിൽ നിന്ന് വന്ന വാക്കുകളായിരിക്കും. അപ്പോൾ പലപ്പോഴും അങ്ങനെ സിമ്പിൾ തമിഴ് വാക്കുകളല്ല, തമിഴിൽ മലയാളത്തിൽ കോമൺ ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അത് ഉപയോഗിച്ച് പലപ്പോഴും സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഭയങ്കര പാടാ. ഓക്കെ. ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ കാണുന്ന ലിറിസിസ്റ്റുകളൊക്കെ ഇപ്പൊ അവർക്ക് പാരലി വേറൊരു എല്ലാവർക്കും നല്ല എന്നാൽ കൂടി പാരലി വേറൊരു ജോലി ഉണ്ടാവും. അപ്പൊ ഏതൊരു മൊമെന്റിലാണ് ഇപ്പൊ വിനായക് എനിക്ക് ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ മാത്രം ഇനി ജീവിക്കാം എന്ന് തീരുമാനിച്ചത് ഏത് മൊമെന്റിലാണ്? ബേസിക്കലി എനിക്ക് ആക്ച്വലി സ്കൂൾ കോളേജ് സമയത്ത് ഒരു സിനിമാ മോഹം ഉണ്ടായിരുന്നു. അപ്പൊ ലിറിസിസ്റ്റ് ആവുന്ന ആഗ്രഹിക്കുന്നില്ലെങ്കിലും സിനിമയിൽ റൈറ്റർ ആവണമെന്നോ സ്ക്രിപ്റ്റ് റൈറ്ററോ എന്തെങ്കിലും ആവണം. ആക്ടിങ് അങ്ങനൊന്നുമില്ല, സ്ക്രീൻ റൈറ്റിങ്ങിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ലിറിക്സ് എഴുതാൻ തുടങ്ങി. ഞാൻ UG കഴിഞ്ഞ് PGയിലേക്കൊക്കെ പോകാൻ നേരത്തെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ PGയും കൂടെ ചെയ്യ്, അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അത് കഴിഞ്ഞൊരു അപ്പം തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലി കിട്ടി. കിട്ടിയതല്ലേ അതും കൂടെ എന്ന രീതിക്ക് അതും വർക്ക് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ആദ്യം ചെന്നൈയിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ ചെന്നൈയിലാണ്. അന്ന് മലയാള സിനിമ മുഴുവനായിട്ട് കൊച്ചിയിലേക്ക് മാറിയിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സെക്കൻഡ് ഫിലിം നീലാകാശമാണെങ്കിലും അത് കഴിഞ്ഞ് ചെയ്ത നോർത്ത് 24 കാതമാണെങ്കിലൊക്കെ ചെന്നൈയിലാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും മ്യൂസിക് വർക്കൊക്കെ നടന്നത്. അപ്പോഴൊക്കെ ഈ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിലും നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ റെക്സൈഡൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗോവിന്ദ് വസന്തയാണെങ്കിലും ഇവരൊക്കെ അവിടെയായിരുന്നു. സ്ലോലി ഇവരെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൊച്ചി ഒരു ഹബ് ആവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഇരുന്നത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്ന ഒരു സമയം ആയി. അപ്പോൾ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരാൻ തുടങ്ങി. ജിമെയിലിൽ പാട്ട് വരും, തിരിച്ച് ജിമെയിലിൽ ലിറിക്സ് അയച്ചു കൊടുക്കുക, അതൊരു എന്താ ഒരു സുഖമില്ല. പിന്നെ പരമാവധി ഞാൻ ഈ വർക്കിന്റെ ഇടയിൽ സാറ്റർഡേ സൺഡേ കൊച്ചിയിൽ വന്നു പോകാൻ നോക്കും. പക്ഷെ അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു റിസൈൻ ചെയ്യാം. ബാക്കി നമുക്ക് വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയാലേ നീന്താൻ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്ത് ചാടിയതാണ്. പിന്നെ എൻ്റെ മനസ്സിൽ സിനിമയാണ് എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ലിറിസിസ്റ്റ് എന്ന രീതിക്ക് പ്രൈമറിലി. പിന്നെ ഭാവിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും സിനിമയോടാണ് ടേസ്റ്റ്, സിനിമയോടാണ് ഇഷ്ടം എന്നുള്ളതുണ്ടായിരുന്നു. ഈ പദസമ്പത്ത് എന്നൊക്കെ പറയുന്ന സംഭവം എത്രമാത്രം ലിറിസിസ്റ്റുകൾക്ക് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ട്? വളരെയധികം ആവശ്യമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പദസമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും എന്തൊക്കെ ഉപയോഗിക്കാതിരിക്കണം എന്നുള്ളതിനുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സോങ് തന്നു, അതിപ്പോൾ കറൻ്റ്ലി എൻ്റെ പദസമ്പത്ത് കൊണ്ട് എഴുതാൻ പറ്റാത്ത സോങ് ആണെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ 2-3 ദിവസം റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പാട്ട് നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ആ പദസമ്പത്തിലുള്ള പകുതി വാക്കുകൾ ഞാൻ മറക്കുകയും ചെയ്യും ആ പാട്ട് എഴുതി കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നില്ലാത്ത വാക്കുകളാണെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൊണ്ട് നടക്കുന്നതിൽ മാത്രം കാര്യമില്ല. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളെ സിനിമ ഭയങ്കരമായിട്ട് മോഡേണായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ രാത്രി എന്നൊരു വാക്ക്, രാത്രിക്ക് രാത്രി എന്ന് പറയാം, രാവെന്ന് പറയാം, ഇരവെന്ന് പറയാം, രജനി, യാമിനി, നിശീധിനി എന്നൊക്കെ പറയാം. ഇപ്പം ഇന്നത്തെ ഒരു പാട്ടിൽ നിശീധിനി എന്ന് പറഞ്ഞൊരു പാട്ടിൽ രാത്രി എന്ന് എഴുതണമെങ്കിൽ അത് ഡിഫിക്കൽട്ടാ. രാത്രി രാവൊക്കെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം പാട്ടിന്റെ ടൈപ്പ് മാറുമ്പോഴേ കണ്ടംപററി സൗണ്ടിങ് മ്യൂസിക് വരുമ്പോൾ നമുക്ക് ഓൾഡ് സ്കൂൾ വാക്കുകൾ പലതും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പദസമ്പത്തിന്റെ 80% നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു വിനായകനെ ഏറ്റവും കൂടുതൽ മേ ബി കേട്ടിട്ടുണ്ടാവും ഇത് പണ്ടത്തെ പാട്ടുകൾ നമുക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് പാടിക്കൊണ്ട് നടക്കുന്നു, ഇപ്പോഴത്തെ പാട്ടുകൾ പെട്ടെന്ന് മറക്കുന്നു. അങ്ങനെ പറയുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ബന്ധം ഉണ്ടോ? ഇല്ല, ആക്ച്വലി പഴയ പാട്ടുകൾ നമ്മളിപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴേ പഴയ പാട്ടുകളുടെ ഒരു 10% നമ്മളിപ്പോൾ പാടിക്കൊണ്ട് നടക്കുന്നുള്ളൂ. നമ്മൾ 90% ഓഫ് ദ ഓൾഡ് സോങ്സ് മറന്നിട്ടുണ്ട്. നമ്മളത് ആലോചിക്കാത്തതാ. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ 1-2 ഭാർഗവി നില എന്നുള്ള സിനിമയിൽ എല്ലാ പാട്ടും ഹിറ്റാണ്. എല്ലാ പാട്ടും നമ്മളിന്ന് പാടുന്നുണ്ട്. പരീക്ഷ എന്നുള്ള സിനിമയിലാണ് പ്രാണസഖി, എൻ്റെ അറിവിൽ പ്രാണസഖി, ഒരു പുഷ്പം മാത്രം, അന്ന് എൻ്റെ നുണക്കുഴി, ഇതൊക്കെ ഇന്ന് പാടുന്നുണ്ട്. പക്ഷെ ബാക്കി പടങ്ങളിലൊക്കെ 8, 10, 12 പാട്ടുകളാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. അതിലൊക്കെ കൂടിപ്പോയി ഒരു പാട്ട് നമ്മളിന്ന് ഓർക്കുന്നുണ്ടാവും. ബാക്കി 11 നമ്മൾ മറന്നിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്നും ഉള്ള പാട്ടുകളിൽ ഒരു 10-15% ഭാവിയിൽ ക്യാരി ഫോർവേഡ് ആവും ഉറപ്പായിട്ടും. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്പുറം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, പണ്ടത്തെ പാട്ടുകളാണ് നല്ലത്. ഗിരീഷ് പുത്തഞ്ചേരി വിമർശിക്കാൻ എത്ര പേരുണ്ടായിരുന്നു.
ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ എത്ര ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എത്ര കുറിപ്പുകളും എത്ര റീൽസുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇന്ന് നമുക്ക് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും പഴയതാണ് നല്ലതെന്ന് തോന്നും. പേഴ്സണൽ ലൈഫിൽ നമുക്ക് തോന്നാറുണ്ട് പണ്ടത്തെ ഓണം, കുട്ടിക്കാലത്തെ ഓണമാണ് ഓണം, ഇന്ന് കുറെ മാറിപ്പോയി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമായിരുന്നു നല്ലത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. വെറുതെയാ. കാലം അപ്ഡേറ്റഡ് ആവുന്നതോറും നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമ മാറി. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കഥാപാത്രം വേറൊരു കഥാപാത്രത്തിൽ പ്രണയത്തിലാവുമ്പോൾ സിനിമ അവിടെ പോസായിട്ട് പെട്ടെന്ന് ഇവർ കൊടൈക്കനാലിൽ പോയിട്ടൊരു പാട്ട് എന്നുള്ള പരിപാടി ഇപ്പം ഇല്ലല്ലോ. അപ്പൊ ഇപ്പം ആ കഥ മുമ്പോട്ട് പോകും, അതിന്റെ കൂടെ ഒരു പാട്ടും വരും. കഥയെ നിർത്തി വെച്ചുകൊണ്ടുള്ള പാട്ടൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയാണ് ഐഡിയലി പാട്ട് ചെയ്യേണ്ടത്, പാട്ടിന് വേണ്ടി സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സിനിമ മാറുമ്പോൾ പാട്ടിന്റെ നേച്ചർ മാറും. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഇപ്പൊ 2030 ആകുമ്പോൾ ഇന്നത്തെ 2024 കുറെ നല്ല പാട്ടുകൾ അന്ന് അവർ ഓർക്കും. ഇപ്പൊ ആക്ടേഴ്സ് ഒക്കെ പൊതുവേ നമ്മള് ചോദിക്കാറുണ്ട് ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ശരിക്കും ലിറിസിസ്റ്റുകൾക്കും അത്തരത്തിലൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ടോ ശരിക്കും? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ല, അത് നാച്ചുറലി ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ഹിറ്റ് കൊടുക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടി തന്നെ വിളിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നീലാകാശത്തിൽ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം കുറെ പേര് ട്രാവൽ സോങ് എഴുതാൻ വിളിച്ചിട്ടുണ്ട്. സിനിമ തന്നെ ആവണമെന്നില്ല, ആൽബംസ്, സിംഗിൾസ് ഒക്കെ. അപ്പൊ ഞാൻ ഈശ്വര കുറെ ട്രാവൽ സോങ് ആണല്ലോ, വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മെലഡീസ് ആണ് ഹിറ്റ് ആവുന്നതെങ്കിൽ പിന്നെ അതിന്റെ ഒരു 5-6 ലേബൽ ചെയ്യപ്പെടും. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് ക്ലബ് ഹൗസിലെ ഡിസ്കഷൻസിൽ പിന്നെ അയാൾക്ക് മറ്റേ ആരാധിക, ഞാനന്ന് ആരാധികയെ, ജൂണിലെ മിന്നി മിന്നി, പവിഴമഴ, കുറെ പാട്ട് അന്ന് ഹിറ്റാണ്. ഞാൻ മെലഡി എഴുതുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് എനിക്കൊന്ന് മനു മഞ്ജിത്താന്ന് തോന്നുന്നു, മനു ആടും കുഞ്ഞിരാമനൊക്കെ എഴുതിയേക്കോ, മനു ഭയങ്കര ഫണ്ണി സോങ് എഴുതണമെങ്കിൽ മനു ആണ് ബെറ്റർ, ഇങ്ങനെയൊക്കെ ഡിസ്കഷൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഈശ്വര, മനു അല്ലാണ്ട് മെലഡി എഴുതും, എനിക്കാണെങ്കിൽ ഫണ്ണി സോങ് എഴുതാനും പറ്റും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ രോമാഞ്ചവും അല്ലെങ്കിൽ ഇപ്പൊ രതിപുഷ്പം പോലത്തെ ഒരു പാട്ടൊക്കെ എഴുതാൻ പറ്റി. ഇപ്പൊ ആവേശം, അപ്പൊ നമുക്ക് ഫണ്ണി സോങ് കിട്ടി. മനു ആണെങ്കിൽ അവിടെ മറ്റേ മിന്നൽ മുരളിയിലെ ഉയരെ എന്നുള്ള പാട്ടൊക്കെ മനു എഴുതി. ഉദാഹരണം പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും എല്ലാം പറ്റും ബേസിക്കലി. ഇപ്പൊ സുഷിനാണെങ്കിൽ തീരമേ എന്നുള്ള പാട്ട് ചെയ്ത സുഷിനാണ് ഈ ഇലുമിനാറ്റിയും ചെയ്തത്. എല്ലാവർക്കും എല്ലാം പറ്റും. ലേബൽ ചെയ്യാന്നുള്ളത് നമ്മളൊരു ടെൻഡൻസി ആണെന്ന് തോന്നുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ ലിറിസിസ്റ്റ് തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവും അല്ലേ? ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, രചന എന്ന് പറഞ്ഞിട്ട്. അതിലെല്ലാവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് ചെയ്യാറും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഇടയ്ക്ക് സൂം മീറ്റിങ്ങിലും ഇടയ്ക്ക് നേരിട്ടൊക്കെ കൂടാറൊക്കെ ഉണ്ട്. പിന്നെ നല്ല പാട്ടുകൾ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കോളൊക്കെ വരാറുണ്ട്. അപ്പം ഇപ്പൊ ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ നേരത്ത് എങ്ങനെയാണ് നമ്മൾ മൊത്തം നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കോ, അതോ ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ മാത്രമാണോ പറയണേ? എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സ്? ഓരോന്നിനും ഓരോ പോലെയാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒന്നിൽ കൂടുതൽ പാട്ടുകൾ നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് എത്ര പാട്ടുണ്ട് സിനിമയിൽ, അതിൽ എത്ര എണ്ണം ഞാൻ എഴുതണ്ട. അപ്പം മെജോറിറ്റി സോങ്സോ അല്ലെങ്കിൽ എല്ലാ സോങ്സും ഞാൻ എഴുതണമെങ്കിൽ ഞാൻ ഒരു എൻ്റയർ നറേഷൻ ചോദിക്കും. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കത് ലിറിക്കലി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു ജേണി ഉണ്ടാവുമല്ലോ, ഒരു പ്രോഗ്രഷൻ ഉണ്ടാവും. അത് ഭയങ്കര എനിക്ക് ഈ പറഞ്ഞ ഫിലിം ബഫ് സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ആ പ്രോസസ്സ്. വേറെ സ്ഥല ഒരു പാട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആ സിറ്റുവേഷൻ മാത്രമേ കേൾക്കാറുള്ളൂ. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ രോമാഞ്ചോ ആവേശമൊക്കെ പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്നത്. അന്നേരം സിനിമ കണ്ടിട്ട് കാണിച്ചു തരും. ഇപ്പൊ മലയും കുഞ്ഞിൽ വർക്ക് ചെയ്യാൻ നേരത്തെ മഹേഷ് ചേട്ടൻ്റെ അടുത്ത് പോയപ്പോ സജിമോൻ ചേട്ടനും മഹേഷ് ചേട്ടനും സിനിമ ആദ്യം കാണുന്ന പറഞ്ഞത്. അപ്പൊ മലയും കുഞ്ഞ് ഫുൾ സിനിമ ഇരുന്ന് കണ്ടിട്ടാണ് അതിൽ വർക്ക് തുടങ്ങിയത്. പാട്ടെന്ന് പിന്നീടാണ് പറയുന്നത്. ഇപ്പം സ്വന്തം എഴുതിയൊരു പാട്ട് റിപ്പീറ്റഡ്ലി കേട്ടിട്ടുള്ളൊരു പാട്ട് ഏതായിരിക്കും? എനിക്കൊന്ന് തലതെറിച്ചവർ ആണെന്ന് തോന്നുന്നു, രോമാഞ്ചത്തിലെ. വളരെ സാറ്റിസ്ഫൈങ് ആണത്. അത് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടോ പാട്ടുമായിട്ട്? അത് റിലേറ്റബിൾ ആണ് എനിക്ക്. ഞാൻ എഴുതിയിട്ട് ഞാൻ തന്നെ റിലേറ്റബിൾ ആന്ന് പറഞ്ഞ ബുൾഷിറ്റാന്നറിയാം. പക്ഷെ എന്നാലും അതെന്തോ എനിക്ക് ആദരാഞ്ജലി ആത്മാവ് പോയൊക്കെയാണ് കൂടുതൽ ട്രെൻഡിങ് പോയത്. എങ്കിൽ പോലും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഒരു വാക്ക് പോലും എനിക്ക് മാറ്റി എഴുതണം എന്ന് ഇപ്പം വീണ്ടും കേൾക്കുമ്പോൾ തോന്നുന്നില്ല. അത് ഭയങ്കര റെയർലി സംഭവിക്കുന്ന കാര്യം. നമ്മുടെ പാട്ട് പൊതുവേ നമ്മൾ കേൾക്കാറില്ല പലപ്പോഴും, കാരണം എഴുതുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കും. പിന്നീട് റീവിസിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴൊക്കെ റീവിസിറ്റ് ചെയ്യും. പക്ഷേ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ ആക്കായിരുന്നു, അതങ്ങനെ ആക്കായിരുന്നു തോന്നും. പക്ഷേ തലതെറിച്ചവരിൽ എനിക്ക് ഇതുവരെ ഒരു വാക്കോലും മാറ്റം തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് ആണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ മാത്രമല്ല, ഒരു സ്റ്റാൻസ് എഴുതിയത് MC കൂപ്പർ എന്ന് പറഞ്ഞ റാപ്പർ, അദ്ദേഹം തന്നെ എഴുതി പാടിയ ഒരു സ്റ്റാൻസ് ഉണ്ട്, അതും കറക്റ്റ്.
അതായത് MC ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ മാതാപിതാക്കളിൽ നിന്നുള്ള ആവേശത്തിന്റെ പാട്ട് എഴുതാൻ വരുമ്പോഴാണ് അതിൽ ഞാൻ എഴുതുന്നുണ്ട് ഒരു സ്റ്റാൻസ കൂപ്പർ പാടുന്ന സ്റ്റാൻസ് കൂപ്പർ തന്നെ എഴുതുന്നത്. അപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് തന്നെ. പക്ഷെ കാണാതെ തന്നെ എഴുതിയ ഈ തലതെറിച്ചവരിൽ ആ സ്റ്റാൻസയും, കാരണം എന്താ പറയുക, തലതെറിച്ചവരിൽ 3 സ്റ്റാൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം കഴിഞ്ഞ് 3ാമത്തെ മുമ്പാണ് ഈ MC-യുടെ കൂപ്പറിന്റെ സ്റ്റാൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിഫിക്കൽട്ടാ, മുമ്പും പിൻപും വേറെ ലിറിക്സ് ഉള്ളപ്പോ. അപ്പം പക്ഷെ അതിന്റെ ജെല്ലി തന്നെ അത് പോയിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് തലതെറിച്ചവർ. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മളെല്ലാരും കണ്ടു. ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ബറോസ്. ബറോസിൽ വരികൾ എഴുതിയ ഒരാളാണ് എന്റെ സുഹൃത്തുക്കളെ എന്റെ കൂടെ ഇരിക്കുന്നത്. അതെങ്ങനെയാണ് ബറോസിലേക്കുള്ള ഒരു കോളിനെ പറ്റി പറഞ്ഞു? ബറോസിലേക്ക് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന രാജീവ് കുമാർ സാറാണ്, TK രാജീവ് കുമാർ സാറാണ്. രാജീവ് സാറിന്റെ കോളാമ്പി എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ഞാൻ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ സാറ് കാക്കനാട് നവോദയ സ്റ്റുഡിയോയിലേക്കൊന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. അമ്മ അപ്പൊ തന്നെ ഉള്ളൊന്ന് മിന്നി, കാരണം ഒരു മിന്നൽ ഇങ്ങനെ ഉള്ളിലൊന്നും ഇങ്ങനെ മിന്നി. അപ്പൊ എനിക്ക് മനസ്സിലായി നവോദയ സ്റ്റുഡിയോ, ഓക്കെ. അപ്പൊ അടുത്ത ദിവസം ബാരോസ് ആണ് സിനിമ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നു. അന്ന് ജിജോ സാറിനെയാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജിജോ സാറിനെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെ ഗുരുവിന്റെ ഗുരു എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ സാറിനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ലാൽ സാറ് അന്ന് ചെന്നൈയിൽ എവിടെയായിരുന്നു, അപ്പോൾ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നു. അങ്ങനെയാണ് ലാൽ സാറിനെ മീറ്റ് ചെയ്യുന്നത്. ലിഡിയൻ എന്ന് പറഞ്ഞിട്ട് 13 വയസ്സുള്ള, അന്ന് 13 വയസ്സ്, ലിഡിയൻ കമ്പോസ് ചെയ്തൊരു ലലബയാണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ലലബ എന്ന് വിളിക്കാം. ഒരു ബാരോസിന്റെ ക്യാരക്ടറും പിന്നെ അതിലൊരു പെൺകുട്ടിയുടെ ക്യാരക്ടറും ഉണ്ട്. ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ തമ്മിലുള്ളൊരു ആത്മബന്ധം ഉള്ളൊരു പാട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് എന്താ പറയാ, ലാൽ സാർ എന്നത് ലിറിക്സ് ഒന്നും നോക്കിയിട്ട് മൂളുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. മുമ്പിലിരുന്ന് പാടുമ്പോ നമ്മളിങ്ങനെ ഇരുന്ന് ഓക്കെ. കാരണം ആസ് ആൻ ആക്ടർ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഡയറക്ടർ എത്രത്തോളം അദ്ദേഹം വിഷണറി എങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്, ഒരു ചിൽഡ്രൻസ് കുട്ടികൾ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു, ആ ക്യൂരിയോസിറ്റിയിൽ തന്നെയാണ് സാറും ട്രാവൽ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അത് ഒരുപാട് വർഷമായി, ആക്ച്വലി സ്പീക്കിംഗ് കുറെ മുൻപാണ് അത് എഴുതിയത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനത് കേട്ടിട്ടില്ല. അപ്പൊ ഞാനും നിങ്ങളെല്ലാരെയും പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ പാട്ടൊന്ന്. അത് പെട്ടെന്ന് തന്നെ എഴുതാനും വർക്ക് ചെയ്യാനൊക്കെ പറ്റുമോ, അതോ ലാലേട്ടന് എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നോ? ഓഫ് കോഴ്സ് അതിൽ കുറച്ച്, അതായത് ഒരു പല്ലവി തന്നെ ഞാൻ 3-4 ഡ്രാഫ്റ്റ്സ് എഴുതിയിരുന്നു. അപ്പൊ അതിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കുറെ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ആണ് ഫൈനലി അത് ഫൈനലൈസ് ചെയ്തത്. അതിലൊരു ക്യാരക്ടറിന്റെ പേര് വെച്ച് തന്നെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. നൈസ്. ഇതിപ്പോ ഈ സിനിമയുടെ പാട്ടുകൾ, സിനിമയുടെ പേര് വരികളിൽ വരുന്ന പോലെ തന്നെ അല്ലേ, അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എല്ലാ പാട്ടുകളും ഇങ്ങനെ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രഷർ ഉണ്ടോ അടുത്ത് നെക്സ്റ്റ് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈശ്വര എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ, അതോ ഭയങ്കര കൂളാണോ? അല്ല, ഞാൻ കൂളാണ്. പക്ഷെ വിളിക്കുന്ന ഇതൊരു ഹിറ്റ് വേണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും എന്റെ ദൈവമേ, അപ്പൊ ഞാൻ പറയും അങ്ങ് ശ്രമിക്കാം എന്നല്ലാതെ ഈ പറഞ്ഞ പോലെ അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാന്ന് അവളാണ് സത്യം. അതുകൊണ്ട് ഞാൻ പ്രഷറിലൊന്നുമല്ല. ബാക്കിയുള്ളവരാണോന്നറിയില്ല. ഹിറ്റ് നമുക്ക് ഇതുപോലത്തെ സാധനം നമുക്കും കൂടെ എന്ന് പറയുമ്പോൾ ഈശ്വര ഇതെങ്ങനെ, അതിലേ നമ്മൾ വിചാരിച്ചില്ല അത് ഹിറ്റായി. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പാട്ടായിരിക്കില്ല, അതിനേക്കാളും മൈലേജ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാട്ടിനായിരിക്കും കിട്ടുന്നത്, നമ്മുടെ തന്നെ വേറൊരു പാട്ടായിരിക്കും ഹിറ്റ് ആവുന്നത്. അപ്പം എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ടുകൾ, എന്തൊക്കെ ഹിറ്റുകളാണ് വരാനിരിക്കുന്നത്? പ്രഷറിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടുന്ന് പ്രഷർ. ഹിറ്റുകളുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പൊ കുറച്ച് നല്ല പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നടികർ എന്ന് പറഞ്ഞ ടൊവിനോയുടെ ലാൽ ജൂനിയർ ഡയറക്ട് ചെയ്യുന്ന ഫിലിം, അതിൽ എഴുതിയ ഒരു പാട്ട് ഓൾറെഡി ഇറങ്ങി, ഒരു പാട്ടും കൂടെ എഴുതുന്നുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ്ബ് ആഷിഖ് അബു ഡയറക്ട് ചെയ്യുന്ന സിനിമ, റെക്സേട്ടൻ കുറെ കാലത്തിന് ശേഷം വീണ്ടും ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ഒരു ഫിലിം ചെയ്യുന്നു. അതിൽ പാട്ട് എഴുതാൻ പറ്റി. വേറെയും 2-3 മാരുവിലും ഗോപുരങ്ങൾ ഇറങ്ങാനുണ്ട്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ട് വിനയ് ഗോവിന്ദ് ഡയറക്ട് ചെയ്യുന്ന ഫിലിം. വേറെയും 1-2 വരട്ടെ. കുറെ സർപ്രൈസുകൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെ അതെ, 1-2 സർപ്രൈസുകൾ വേറെയും ഉണ്ട്, ഞാൻ വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാ പുതിയ പുതിയ പരിപാടികൾക്കും. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.